തെക്കൻ ലെബനനിലെ സാഹചര്യങ്ങൾ ദിവസേന കൂടുതൽ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം അവിടെയുള്ള പല ഗ്രാമങ്ങളിലെയും ജനങ്ങളോട് അവരുടെ വീടുകൾ ഉടൻ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹിസബുള്ളയെ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം വന്നത്. അതിനൊപ്പം തന്നെ ഹിസബുള്ളയും തിരിച്ചടികൾ ആരംഭിച്ചതോടെ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം കൂടുതൽ കടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം പറയുന്നത് തെക്കൻ ലെബനനിലെ ചില ഗ്രാമങ്ങൾ ഹിസബുള്ളയുടെ പ്രവർത്തന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നുവെന്നാണ്. ആയതിനാൽ അവിടങ്ങളിൽ നിന്ന് സൈനിക നീക്കങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായതായും അവർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ വീടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആയതിനാൽ ഉടൻ തന്നെ സുരക്ഷിതമായ പ്രദേശത്തിലേക്ക് മാറുക എന്നാണ് സൈനിക വക്താവിന്റെ സന്ദേശം. പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലാണ് ഈ മുന്നറിയിപ്പ് കൂടുതൽ ശക്തമായി നൽകുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള അവാലി നദിയുടെ വടക്കുഭാഗത്തേക്ക് ആളുകൾ മാറണമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം കേട്ട് നിരവധി കുടുംബങ്ങൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പലർക്കും ഇത് എളുപ്പമല്ല. സ്വന്തം വീടും സ്ഥലവും വിട്ട് പോകേണ്ടി വരുന്നത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതേസമയം ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഹിസബുള്ളയും ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് അവർ തിരിച്ചടിക്കുന്നത്. ഇതോടെ അതിർത്തി പ്രദേശങ്ങളിൽ ഭീതിയും അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. ചിലർ വീടുകൾ വിട്ടു പോകുമ്പോൾ ചിലർ ഇനിയും അവിടെ തന്നെ തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം പറയുന്നത് അവർ നടത്തുന്ന ആക്രമണങ്ങൾ ഹിസബുള്ളയുടെ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ്. എന്നാൽ ഈ ആക്രമണങ്ങൾ സാധാരണ വീടുകളും കെട്ടിടങ്ങളും നശിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പല ഗ്രാമങ്ങളിലും വീടുകൾ തകർന്നു കിടക്കുകയാണ്. ചിലർക്ക് അവരുടെ ജീവിതകാല സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അഭയാർത്ഥികളുടെ എണ്ണം ദിവസേന കൂടുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷിതത്വം തേടി സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് മാറുകയാണ്. അവർക്ക് താമസിക്കാൻ ഇടം കണ്ടെത്തുന്നതും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ചിലർ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ചിലർ താൽക്കാലിക ക്യാമ്പുകളിലേക്കാണ് കഴിയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഈ സംഘർഷം അവസാനിക്കുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുമുണ്ട്. സമാധാന ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും ഇതുവരെ കാര്യമായ ഫലം കണ്ടില്ല. ഇസ്രായേൽ തന്റെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതോടെ ഈ പ്രശ്നം കൂടുതൽ വ്യാപിക്കുമോ എന്ന ഭയം ഉയരുന്നു. ഹിസബുള്ളയും തന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പറയുന്നു. ഇതോടെ ഇരുപക്ഷങ്ങളും പിന്നോട്ടില്ല എന്ന നിലയിലാണ്. ഇതാണ് സാധാരണ ജനങ്ങളുടെ ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണെന്നാണ് ഇവിടെ വീണ്ടും തെളിയുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അവരുടെ വീടുകൾ സുരക്ഷിതമായി ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് വ്യക്തമല്ല. കുട്ടികൾക്ക് പഠനം തുടരാനാകാത്ത അവസ്ഥയും രൂപപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്. ഇത് അവരുടെ ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണ്. സമാധാനത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ കൂടുതൽ ഇടപെടണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഈ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ മനുഷ്യാവകാശ സംഘടനകളും രക്ഷാപ്രവർത്തകരും ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണം, മരുന്ന്, താമസം എന്നിവ ലഭ്യമാക്കാൻ അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ എല്ലാവരിലും എത്തിച്ചേരാൻ കഴിയുന്നില്ല. തെക്കൻ ലെബനനിലെ ഈ സാഹചര്യം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ആളുകൾ ഭയത്തിലും ആശങ്കയിലും കഴിയുകയാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആരും ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ ദിവസവും പുതിയ സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്: ഈ സംഘർഷം എപ്പോൾ അവസാനിക്കും? സമാധാനം എപ്പോൾ തിരികെ വരും? സാധാരണ ജനങ്ങൾക്ക് വീണ്ടും അവരുടെ വീട്ടിലേക്ക് മടങ്ങി ശാന്തമായി ജീവിക്കാൻ കഴിയുമോ? ഇപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതാണ്: സമാധാനത്തോട് ജീവിക്കാനുള്ള ഒരു സാധാരണ ജീവിതം. എന്നാൽ അതിനായി ഒരു പക്ഷങ്ങളുടെ സമാധാനപരമായ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ലോകരാജ്യങ്ങളും ഇതിൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ഇതിനിടയിൽ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് പ്രതീക്ഷ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ദിവസം സമാധാനം തിരികെ വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അവരെ മുന്നോട്ട് നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.